SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 3 എക്കണോമിക് തിയറി ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് എന്ന മോഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ ഇക്കണോമിക്സ്. ഈ ഒരു ടോപ്പിക്കിന് നമുക്കൊരു 3-4 ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആണ് ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകൾ നമ്മൾ പാർട്ട് എയിലെ മൊഡ്യൂൾ 1 റിനൈൻസസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന ടോപ്പിക്കിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HSA സോഷ്യൽ സയൻസിന്റെ കോഴ്സിനെ കുറിച്ച് അറിയാൻ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 81 29 529 102 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ എന്ത് ചെയ്യാം മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അവിടെ ലഭിക്കുന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനലിൽ സിലബസ് അനുസരിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ, അതിൻ്റെ PPT നോട്ടുകളും പ്രിന്റ് എടുക്കാനുള്ള PDF നോട്ടുകളും മാത്രമല്ല അതിൻ്റെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും, ഓരോ ക്ലാസ്സിൻ്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 3 പാർട്ട് ബിയിലെ മൊഡ്യൂൾ 3 എക്കണോമിക് തിയറി ബാങ്ക് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ്, തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ച്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ, നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ്, സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് GDP, തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജസ്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജസ്, കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് സെൻട്രൽ ബാങ്ക്, റോൾ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, applications of measures of central values, dispersion and simple correlation economics. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ ഇക്കണോമിക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ ഈ ഒരു വിഷയത്തിന് നമുക്ക് ചിലപ്പോൾ 3-4 പാർട്ട് ക്ലാസിന്റെ ആവശ്യമായിട്ട് വരുന്നതാണ്. വലിയൊരു ടോപ്പിക്കാണ് ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമായി ഗൃഹഭരണം എന്ന അർത്ഥമുള്ള ഓയിക്കോണമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചത്. എങ്ങനെയാണ്? ഗൃഹഭരണം എന്ന അർത്ഥമുള്ള ഓയിക്കോണമിയ. അപ്പോൾ ഓയിക്കോണമിയ എന്നുള്ളത് ഗ്രീക്ക് വാക്കാണ്. ഓയിക്കോണമിയ അതിന്റെ അർത്ഥം എന്താണ്? ഗൃഹഭരണം, അതായത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഓയിക്കോണമിയ എന്ന ഗ്രീക്ക് പദം പഠിച്ചു വെക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഗൃഹഭരണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ആദ്യകാല സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രീയ ധനശാസ്ത്രം, പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് പൊളിറ്റിക്കൽ എക്കോണമി എന്നായിരുന്നു. ഓക്കെ, ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്കൽ എക്കോണമി, രാഷ്ട്രീയ ധനശാസ്ത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പൊളിറ്റിക്കൽ ഇക്കണോമിക്ക് പകരം ഇക്കണോമിക്സ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദ്യം പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എക്കണോമിക്സിന് പകരം ആദ്യം എന്തായിരുന്നു? പൊളിറ്റിക്കൽ ഇക്കോണമി, രാഷ്ട്രീയ ധനശാസ്ത്രം എന്നാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു രാഷ്ട്രീയ ധനശാസ്ത്രത്തിന് പകരം ഇക്കണോമിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്, ആഡം സ്മിത്ത് അല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആരാണ്? ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രാഷ്ട്രീയ ധനശാസ്ത്രം, പൊളിറ്റിക്കൽ ഇക്കണോമി, അതിന് പകരം ഇക്കണോമിക്സ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. നോക്കിക്കോളുക, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്ത് തന്റെ വിശ്വവിഖ്യാതമായ രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണം, ആൻഡ് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന ധനശാസ്ത്ര ഗ്രന്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ സ്വഭാവം, സൃഷ്ടി, അവയുടെ വിനിയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണെന്ന് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണെന്ത്? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്ത് തന്റെ വിശ്വവിഖ്യാതമായ രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന ധനശാസ്ത്ര ഗ്രന്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ സ്വഭാവം, അതുപോലെ ഈ സമ്പത്തിന്റെ സൃഷ്ടി, അവയുടെ സമ്പത്തിന്റെ വിനിയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണെന്ന് ആര് നിർവചിച്ചു? നമ്മുടെ ആഡം സ്മിത്ത്. അപ്പോൾ സമ്പത്തിന്റെ സ്വഭാവം, സമ്പത്തിന്റെ സൃഷ്ടി, ഈ സമ്പത്തിന്റെ വിനിയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണെന്ന് ആര് നിർവചിച്ചു?
ആഡം സ്മിത്ത് ഇതിനെ നിർവചിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം, ആൻഡ് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആഡം സ്മിത്ത് പറഞ്ഞു. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആര് പറഞ്ഞു? ആഡം സ്മിത്ത് പറഞ്ഞു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇത് ലേസേ ഫെയർ സിദ്ധാന്തം, ലേസിസ് ഫെയർ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ ആരാണ് മുന്നോട്ട് വെച്ചത്? ആഡം സ്മിത്ത് ആണ്. ഇപ്പൊ നമുക്കറിയാം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ താഴെ കൊടുത്തിരിക്കുന്നവ ആരുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്, അല്ലെങ്കിൽ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേസസ് ഫെയർ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. അതൊക്കെ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളാണ്. നമ്മുടെ ടോപ്പിക് തന്നെ ഏതാണ്? ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്. പറഞ്ഞ പോലെ ഇതിനൊരു 2, 3, 4 ക്ലാസ്സുകളൊക്കെ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇത്. ഓൺലി ഫെയർ ഈസ് ലേസിസ് ഫെയർ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തവും അവ നിവർത്തിക്കുന്നതിനുള്ള വിഭവശേഷി പരിമിതവുമാണ്. അതുകൊണ്ട് തനിക്ക് ലഭ്യമായ പരിമിത വിഭവം ഉപയോഗിച്ച് ഏതാവശ്യവും മുൻഗണനാക്രമത്തിൽ നിർവഹിക്കണമെന്ന തെരഞ്ഞെടുപ്പിന്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ആധികാരികതയുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തവും അവ നിവർത്തിക്കുന്നതിനുള്ള വിഭവശേഷി പരിമിതമാണ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡും അതിനാവശ്യമായ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതുകൊണ്ട് തനിക്ക് ലഭ്യമായ പരിമിതമായ വിഭവം ഉപയോഗിച്ച് ഏതാവശ്യവും മുൻഗണനാക്രമത്തിൽ നിർവഹിക്കണമെന്ന തിരഞ്ഞെടുപ്പിന്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. ഇവിടെ വിഭവം എന്ന് പറയുന്നത് ഏതാണ്? പണമാണ് അല്ലെ. എല്ലാ ആവശ്യങ്ങൾക്കും സാധനങ്ങൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ കൈമാറ്റത്തിന് പണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് തനിക്ക് ലഭ്യമായ പരിമിത വിഭവം നമ്മുടെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ മറ്റുള്ള വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ്, ഏതാവശ്യവും മുൻഗണനാക്രമത്തിൽ നിർവഹിക്കണമെന്ന തിരഞ്ഞെടുപ്പിന്റെ ശാസ്ത്രമാണ് ഇത് സാമ്പത്തിക ശാസ്ത്രം. എക്കണോമിക്സ് ഈസ് ദ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ഹൗ പീപ്പിൾ യൂസ് സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വൺസ്. മനുഷ്യന്റെ ദൈനംദിന സാമ്പത്തിക പ്രവർത്തനങ്ങളായ സാധന സേവനങ്ങളുടെ ഉൽപാദനം, ഉപഭോഗം, മൂലധന സ്വരൂപനം, വിനിമയം, വിതരണം എന്നിവയെക്കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉൽപാദനം, ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം, നമ്മുടെ എക്കണോമിക് ഏജന്റ്, ഇവയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ് ഏതൊന്ന്? ഉൽപാദനം. അപ്പോൾ ഉൽപാദനത്തിന് ആവശ്യമായ ഉൽപാദന ഘടകങ്ങൾ, അതിലുള്ള തൊഴിലാളികൾ, ഭൂമി അല്ലെ, അതുപോലെ തന്നെ അതിന് വേണ്ട ക്യാപിറ്റൽ, പിന്നെ അതിന് വേണ്ട ഓർഗനൈസേഷൻ, സംഘാടനം, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നു. അത് മാത്രമല്ല ഇതിന്റെ ഉപഭോഗം, കൺസംഷൻ, മാത്രമല്ല ഇതിനൊക്കെ ആവശ്യമായ മൂലധന സ്വരൂപണം, ക്യാപിറ്റൽ ഫോർമേഷൻ, വിനിമയം, വിതരണം എന്നിവയെ കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് ഏതിനൊക്കെ പറയാം? നമുക്കറിയാം, മനുഷ്യന്റെ ദൈനംദിന സാമ്പത്തിക പ്രവർത്തനങ്ങളായ സാധന സേവനങ്ങളുടെ ഉൽപാദനം, ഉപഭോഗം, മൂലധന സ്വരൂപണം, വിനിമയം, വിതരണം എന്നിവയെ കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഓരോ ഭാഗങ്ങൾ നോക്കാം. എന്താണ് ഉൽപാദനം? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിർമ്മാണത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ട്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉൽപാദനവും ചെലവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 3യുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിർമ്മാണത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മാത്രമല്ല, മനുഷ്യാവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിന് ഉപഭോഗം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ മനുഷ്യാവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളെയും ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉപഭോഗം, കൺസംഷൻ എന്ന് പറയുന്നത്. വേതന നിരക്കുകൾ, അതുപോലെ തൊഴിൽ നിലവാരം, തൊഴിലില്ലായ്മ എന്നിവയെ കുറിച്ച് നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് തൊഴിൽ സാമ്പത്തിക ശാസ്ത്രം, ലേബർ എക്കണോമിക്സ് പഠിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം, പരിസ്ഥിതി എന്നിവയിൽ ഉൽപാദനവും ഉപഭോഗവും സൃഷ്ടിക്കുന്ന ഫലങ്ങളെയാണ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ജീവിതവുമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിന്റെ ശാഖകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊരു വിഷയം എടുത്തു പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക്സ് അത് കണക്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എൻവയോൺമെന്റൽ എക്കണോമിക്സ്, ലേബർ എക്കണോമിക്സ് അല്ലെ, അതുപോലെ പിന്നെ ഒരുപാട് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പല ഭാഗങ്ങൾ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്.
സമ്പത്ത് വ്യവസ്ഥകളെ കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ നമുക്ക് നിർവചിക്കാം. ഇതിനൊന്ന് ജനറലൈസ് ചെയ്ത് പറയാണ്, സമ്പത്ത് വ്യവസ്ഥകളെ കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിക്കാം. അപ്പൊ സമ്പത്ത് വ്യവസ്ഥകൾ, പ്രധാനമായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിശ്ര സമ്പത്ത് വ്യവസ്ഥ അത് ഏതൊക്കെയാണ്? ഒന്ന് ആദ്യം ക്യാപിറ്റലിസം, സോഷ്യലിസം, പിന്നെ മിക്സഡ് എക്കണോമിക് സിസ്റ്റം, ഇങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സമ്പത്ത് വ്യവസ്ഥകളെ കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചും, അപ്പൊ എന്തൊക്കെയാണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ നമുക്ക് നിർവചിക്കാം, ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ. ഇനി പറയുന്നുണ്ട് ജാക്കബ് വൈനർ, കാനഡക്കാരനായ ജാക്കബ് വൈനറുടെ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എന്താണോ ചെയ്യുന്നത് അതാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എന്താണോ ചെയ്യുന്നത് അതാണ് സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം അവരുടെ ചിന്തകന്മാരും അവരുടെ ഡെഫിനിഷനും നിർവചനങ്ങളും ഒരു ഭാഗത്ത് കൊടുത്ത് അത് കണക്ട് ചെയ്യാൻ പറയും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എന്താണോ ചെയ്യുന്നത് അതാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ കാനഡക്കാരനായിട്ടുള്ള ജാക്കബ് വൈനർ ആണ്. ജാക്കബ് വൈനർ. അപ്പൊ അദ്ദേഹം പറയാണ് സാമ്പത്തിക ശാസ്ത്രം ഇവിടെ എന്താണോ ചെയ്യുന്നത് അതാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ ഇയാളിപ്പോ ഇങ്ങനെ നമുക്കിത് ഒരു കോഡായിട്ട് ഇങ്ങനെ പറയാം. ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വൈൻ കുടിച്ചിരിക്കുന്ന സമയത്ത് സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഈ ജാക്കബ് വൈനർ അദ്ദേഹം വൈൻ കുടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹം ആ ഒരു രീതിയിൽ ഇപ്പോ കുറെ ആളുകൾ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് വളരെ എന്ത് ചെയ്യുന്നുണ്ട്, വൈഡ് ആയിട്ടുള്ള ഒരുപാട് വീക്ഷണങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം പറയണത് അദ്ദേഹം വൈനോ കുടിച്ചിരിക്കല്ലേ, അദ്ദേഹം പറയുന്നത് സാമ്പത്തിക ശാസ്ത്രന്മാരെ എന്താണ് ചെയ്യുന്നത് അതന്നെയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം എന്ത് ചെയ്യണം പറയണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ജാക്കബ് വൈനർ. അപ്പൊ അദ്ദേഹം വൈൻ കുടിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രന്മാർ എന്താണ് ചെയ്യുന്നത് അതന്നെയാണ് സാമ്പത്തിക ശാസ്ത്രം, അല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ജാക്കബ് വൈനർ പറഞ്ഞു കേട്ടോ. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ പറയാ, ജാക്കബ് വൈനർ ആണോ? ഓക്കെ. അപ്പോൾ അതായത് അങ്ങനെ കണക്ട് ചെയ്യാം. കാനഡക്കാരനാണ് അദ്ദേഹം. അപ്പോൾ കാരണം ഇനി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ നിർവചനങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ടോ. സിമ്പിൾ ആയിട്ടൊരു ഡെഫിനിഷൻ പറഞ്ഞ ആളാണ് ജാക്കബ് വൈനർ. സാമ്പത്തിക ശാസ്ത്രന്മാർ എന്താണ് ചെയ്യുന്നത് അതാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാല് നമ്മുടെ ജാക്കബ് വൈനർ വൈൻ കുടിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ഇദ്ദേഹമാണ് നമ്മുടെ ജാക്കബ് വൈനർ. ഒക്കെ നമ്മളിത് പഠിക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിർവചനങ്ങളെ പ്രധാനമായും 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. കഴിഞ്ഞ 2016 ഇവിടുന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഈ സാമ്പത്തിക ശാസ്ത്ര നിർവചനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇവിടെ ഉള്ള നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര്. ഇപ്പൊ ഇവിടെ എൻ്റെ ഒരു വീഡിയോ ഇവിടെ കാണുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ എന്നെ അടുത്ത് ഇവിടുന്ന് കുറച്ചും കൂടി മാറ്റി വെക്കട്ടെ. ഓക്കെ, അപ്പോ ഇപ്പോ കണക്ട് ആയിട്ടുണ്ട് ആഡം സ്മിത്ത്, പിന്നെ ആൽഫ്രഡ് മാർഷൽ, ലേണർ റോബിൻസ്, പോളെ സാമുവൽസൺ അല്ലെ. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യം ആഡം സ്മിത്ത്. ഇപ്പൊ ഇത് നേരെ പഠിച്ചു വെക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പരീക്ഷ ഹാളിലൊക്കെ ഇതൊക്കെ കണക്ട് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത് നമുക്ക് പഠിച്ചു വെക്കാം. ആദ്യം ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ആഡം സ്മിത്ത്, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1723 1790. സ്കോട്ട്ലാൻഡിലാണ് ആര് ജനിക്കുന്നത്? ആഡം സ്മിത്ത് ജനിക്കുന്നത്. ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷൻ, ധനനിർവചനം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏത്? എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകം. ഇത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1776. ഇതാണ് കഴിഞ്ഞ 2016 ചോദിച്ച ചോദ്യം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രതീക്ഷിക്കാം. ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചു വെക്കണം. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അടുത്തത് ആൽഫ്രഡ് മാർഷൽ. 1842 1924 അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇംഗ്ലണ്ടിലാണ് ആര് ജനിക്കുന്നത്? ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷനെ പറയുന്ന പേരാണ് വെൽഫെയർ, ക്ഷേമ നിർവചനം. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, അദ്ദേഹത്തിന്റെ പുസ്തകം. 1890 അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ലേണർ റോബിൻസ് 1898 1984. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലേണർ റോബിൻസ് 1898 1984. അദ്ദേഹത്തിന്റെ ഡെഫിനിഷനാണ് ഇത്, സ്കേഴ്സിറ്റി, ദൗർലഭ്യ നിർവചനം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. 1932 ഇദ്ദേഹം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. പോളെ സാമുവൽസൺ 1915 2009. അമേരിക്കക്കാരനാണ് നമ്മുടെ പോളെ സാമുവൽസൺ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത്, എക്കണോമിക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകം അറിയപ്പെടുന്നത്. 1964 ഇത് പബ്ലിഷ് ചെയ്തത്. ഇനിയിപ്പോ ഇതൊക്കെ
നമ്മളൊരു ഒന്നോ രണ്ടോ വായന അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ ഇതൊക്കെ മാറിപ്പോകാനുള്ള സാധ്യത. ചിലപ്പോൾ ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ വെൽഫെയർ ആണെന്നൊക്കെ തോന്നിപ്പോകും. ഇനി അഥവാ ആഡം സ്മിത്ത് വെൽത്ത് ആണോ, ഈ ആൽഫ്രഡ് മാർഷലിന്റെ വെൽത്ത് ആണോ എന്നൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആഡം സ്മിത്ത് വെൽത്ത് അല്ലെ, ആഡം സ്മിത്തിന്റെ ആ സ്മിത്ത് ഇന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യണം? വെൽത്ത് കണക്ട് ചെയ്യണം. അത് മാത്രം കിട്ടിയാൽ മതി. ആഡം സ്മിത്തിന്റെ ആ സ്മിത്ത് വെൽത്ത്. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകം പിന്നെ ഈസി ആണല്ലോ, എൻക്വയറി ഇൻ ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. അല്ല, വെൽത്ത് ഓഫ് നേഷൻ അവിടെ തന്നെ ഉണ്ട്. ഇനി പഠിച്ചു വെക്കാനുള്ളത് 1776. ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, കാരണം 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഈ ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലും കാരണങ്ങളിലുള്ള ഒരു അന്വേഷണം എന്ന പുസ്തകം, അല്ലെങ്കിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തത് ഏത് വർഷം എന്ന് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 1776. അപ്പൊ വെൽത്ത് സ്മിത്ത് വെൽത്ത്. ഓക്കെ അല്ലേ? അത് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അത് ഈസിയാണ്, പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ്. ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത്, വെൽത്ത് ഡെഫിനിഷൻ എന്നൊക്കെ. അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1776. ഇതൊന്ന് അങ്ങോട്ട് മാറരുത്. ചിലപ്പോൾ 1876 എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 1776 ഇദ്ദേഹം ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ആൽഫ്രഡ് മാർഷൽ വെൽഫെയർ. ഇപ്പോ ഈ മാർഷൽ വെൽഫെയർ അല്ലെ, മാർഷൽ ആ വെല്ല് ഒക്കെ ആയിട്ട് ആ പേര് തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ മാർഷൽ വെൽഫെയർ അല്ലെ. ഇപ്പൊ നല്ല വെൽഫെയർ ഒക്കെ ഉണ്ടാവണമെങ്കിൽ, നല്ല ക്ഷേമത്തിലൊക്കെ ഒരാൾക്ക് നല്ല ജീവിച്ചു പോകണമെങ്കിൽ, അദ്ദേഹത്തിന് നല്ല ക്ഷേമം വേണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനൊക്കെ നല്ല പ്രിൻസിപ്പിൾസ്, നല്ല തത്വങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലൊരു ക്ഷേമത്തിലേക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ, നല്ല വെൽഫെയർ ആയിട്ടൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത്, പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. അപ്പൊ നമ്മുടെ ഈ ഒരു മാർഷൽ നല്ല തത്വങ്ങളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ വളരെ ഒരു ക്ഷേമത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നത്, കാരണം അദ്ദേഹത്തിന്റെ തത്വങ്ങൾ അങ്ങനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല വെൽഫെയറിൽ അദ്ദേഹം ജീവിക്കുന്നു. അപ്പൊ മാർഷൽ വെൽഫെയർ തത്വങ്ങൾ, മാർഷൽ വെൽഫെയർ പ്രിൻസിപ്പിൾ. ഇപ്പൊ മാർഷൽ വെൽഫെയർ നമുക്ക് കണക്ട് ചെയ്യാം. നല്ല പ്രിൻസിപ്പിൾസ് ഒക്കെ ഉള്ള ആളാണ് ആര്? മാർഷൽ. അതുകൊണ്ടാണ് അദ്ദേഹം നല്ല വെൽഫെയറിൽ അദ്ദേഹം ജീവിക്കുന്നത്. 1890. 1890. അതും പഠിക്കാൻ ഈസിയാണ് കേട്ടോ. ആ വർഷം ആൽഫ്രഡ് മാർഷലിന്റെ 1890. 1890 അദ്ദേഹം പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, കണക്ട് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് കേട്ടാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല, അത് കൺഫ്യൂഷൻ വരില്ല. ആ സമയത്ത് ഓർമ്മ വരും, ഈ പൊട്ടത്തരങ്ങളൊക്കെ ആ സമയത്ത് ഓർമ്മ വരും അല്ലെ. ലേണർ റോബിൻസ് സ്കേഴ്സിറ്റി. ഇത് നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ റോബറി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? റോബറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ പിടിച്ചുപറിക്കാര്, കള്ളന്മാര്, മോഷ്ടാക്കൾക്കൊക്കെയാണ് ആരെന്ന് റോബറി. ഇവരെപ്പോഴും ഈ റോബറി അവർ ചെയ്യുക സ്കേഴ്സിറ്റി. അവർക്ക് പണം തികയാതെ വരുന്നതിനുള്ള സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് ഈ റോബേഴ്സിന് പണം തികയാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? അവര് റോബറിക്ക് ഇറങ്ങുക അല്ലെ. പണം കട്ടെടുക്കാനും തട്ടിപ്പറിക്കാനും, ആളില്ലാത്ത വീട്ടിലേക്ക് കയറിയിട്ട് കവർച്ച നടത്താനൊക്കെ റോബേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? അവരതിലേക്ക് ഇറങ്ങുക അല്ലെ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ ലേണർ റോബിൻസിന്റെ റോബറി എടുക്കുക, റോബറി സ്കേഴ്സിറ്റി. ഇപ്പോ റോബേഴ്സിന് സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? അവര് കവർച്ച നടത്താനൊക്കെ അവർ പുറത്തിറങ്ങുക അല്ലെ. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകം കണക്ട് ചെയ്യണം. ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. അല്ലെങ്കിൽ നമ്മൾ ഇനി റോബിനും സ്കേഴ്സിറ്റിയും കണക്ട് ആകുമല്ലോ. അല്ലെങ്കിൽ റോബിൻ ഒരു എസ്സേ എഴുതി, പക്ഷെ എസ്സേ എഴുതിയ വിഷയം സ്കേഴ്സിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ എസ്സേ വളരെ ചെറിയ എസ്സേ ആയിരുന്നു, വളരെ സ്കേഴ്സ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് ആരെഴുതിയത്? റോബിൻ എഴുതിയത് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സ്കേഴ്സിറ്റി ഇനി മറക്കരുത്, ആരാണ്? റോബിനാണ്. ഇനി എന്നത് പബ്ലിഷ് ചെയ്തത് 1932. ഈ വർഷങ്ങളൊക്കെ നോക്കി വെച്ചാൽ കിട്ടും, ഈസി ആയിട്ട് പഠിച്ചു വെക്കും. 1932. അപ്പൊ റോബിൻസും സ്കേഴ്സിറ്റിയും കണക്ട് ചെയ്യാൻ ആദ്യം ഇപ്പൊ റോബേഴ്സിന് സ്കേഴ്സിറ്റി അവർ നേരിട്ടപ്പോ അവര് കവർച്ചയ്ക്ക് അവർ ഇറങ്ങുന്നു. അങ്ങനെ റോബിൻസിനും സ്കേഴ്സിറ്റി നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ റോബിൻ ഒരു എസ്സേ എഴുതിയപ്പോ, അല്ലെങ്കിൽ റോബിൻ സ്കേഴ്സിറ്റിയെ കുറിച്ച് ഒരു എസ്സേ അദ്ദേഹം എഴുതിയെന്നൊക്കെ എന്ത് ചെയ്യുക? എങ്ങനെയൊക്കെ അത് കണക്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ് കഴിയുമ്പോൾ ഇനി ഇതിലൊരു സംശയം ഉണ്ടാവില്ല. ഓപ്ഷൻ വന്നാൽ എന്തായാലും നിങ്ങൾ അടിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി പോളെ സാമുവൽസൺ 1915 2009 അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പോളെ സാമുവൽസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ അല്ല, നിങ്ങൾ നോക്കുക. സൺ വളർന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സാമുവൽസന്റെ സണ്ണും ഗ്രോത്തും. സണ്ണ് വളർന്നു അല്ലെ, സണ്ണ് വളർന്നു. അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സാമുവൽസൺ ഗ്രോത്ത്, അല്ലെങ്കിൽ സാമുവൽസൺ എക്കണോമിക്സ് ഒക്കെ പഠിച്ച് ആ വിഷയത്തിൽ ഒരുപാട് അദ്ദേഹം വളർന്നു.
ഉയർച്ച ഉണ്ടായി എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു അവസാനത്തെ ഡെഫിനിഷൻ നിങ്ങളൊക്കെ വെറും എക്കണോമിക്സ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് സാമുവൽസിന്റെ പുസ്തകം എക്കണോമിക്സ്. അപ്പൊ നമുക്കിവിടെ സണ്ണ് ഗ്രോത്ത് അതാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ട സംഭവം. പിന്നെ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ പിന്നെ എക്കണോമിക്സ് ആരായിട്ട് കണക്ട് ചെയ്യാം, പോളെ സാമുവൽസിനായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സണ്ണ് വളർന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, സണ്ണ് ഗ്രോത്ത്. പിന്നെ ഇവിടെ 1964 അദ്ദേഹം പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 32 ലേണർ റോബിൻസൺ എസ്സേ ഓൺ ദ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. പിന്നെ ഒരു 32 വർഷം കഴിഞ്ഞപ്പോൾ 1964 പോളെ സാമുവൽസൺ സൺ ഗ്രോത്ത് വളർച്ചാ നിർവചനം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചു വെക്കാനുള്ളത്. അപ്പൊ ഞാൻ ഉറപ്പ് പറയുന്നു ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് മാറില്ല. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. ഇതിനൊരു 1-2 പ്രാവശ്യത്തിന്റെ ക്ലാസ് കേട്ടാൽ മതി. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഉണ്ടോ? HSA പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡാണ് കൊടുത്തത്. 41ാമത്തെ ചോദ്യം എക്കണോമിക്സിലെ ആദ്യത്തെ ചോദ്യം തന്നെയായിരുന്നു. ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷമാണ് 1776 അല്ലെ? അപ്പൊ ഇനി ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ പുസ്തകമോ വെൽഫെയർ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തത്? ഇവിടെ ഓപ്ഷൻ ഉണ്ട്, 1890. 1890. പിന്നെ 1932 ലേണർ റോബിൻസൺ സ്കേഴ്സിറ്റി എസ്സേ ഓൺ ദ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം 1932. പിന്നെ നമ്മളെ പോളെ സാമുവൽസൺ സണ്ണ് ഗ്രോത്ത് ഡെഫിനിഷൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എക്കണോമിക്സ്. അദ്ദേഹം പുസ്തകം പബ്ലിഷ് ചെയ്ത് 1964 അല്ലെ? ഇപ്പൊ അത് കിട്ടിയിട്ടുണ്ടാവും, ഓർമ്മ വരും. യെസ്, ഇനി നമുക്ക് പോവാം. അടുത്തത് ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. വെൽഫെയർ ഡെഫിനിഷൻ ആണ് ആൽഫ്രഡ് മാർഷലിന്റെ വെൽഫെയർ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. പൊളിറ്റിക്കൽ ഇക്കോണമി അഥവാ സാമ്പത്തിക ശാസ്ത്രം മനുഷ്യ സമൂഹത്തിന്റെ സാധാരണ ഇടപാടുകളെ കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു. നമ്മൾ പറഞ്ഞതാണ്, സമ്പത്ത് ആത്യന്തികമായിട്ട് മനുഷ്യന്റെ വെൽഫെയറിന് വേണ്ടിയായിരിക്കും, ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും മനുഷ്യരുടെ അവിടെ ഒരു വേർതിരിവില്ലാതെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യണം, ജാതി മത വർഗ വ്യത്യാസം ഇല്ലാതെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം, അതിന്റെ ക്ഷേമം ലഭിച്ചിരിക്കണം എന്നുള്ള നല്ല കാഴ്ചപ്പാടുകളാണ് എന്നുള്ളത് ആൽഫ്രഡ് മാർഷലൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെ? സമ്പത്ത് അത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. ഇത് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ലേണർ റോബിൻസ്. നമ്മൾ പറഞ്ഞു റോബേഴ്സ് അവര് ഒരുപാട് സ്കേഴ്സിറ്റി അനുഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ റോബറിക്ക് ഇറങ്ങുക. അപ്പൊ സ്കേഴ്സിറ്റി ലേണർ റോബിൻസ് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ നിർവചനവുമാണ് ഇത് ലേണർ റോബിൻസിന്റെ. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, ഏകാന്തര പ്രയോജനങ്ങളുടെ ദുർലഭ വിഭവങ്ങളും മനുഷ്യാവശ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ ഇത് ദുർലഭ വിഭവങ്ങൾ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആരെ കണക്ട് ചെയ്യാം? റോബിൻസിനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഏറ്റവും സ്വീകാര്യമായ നിർവചനമാണ് ഇത് റോബിൻസിന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഏകാന്തര പ്രയോജനങ്ങളുള്ള ദുർലഭ വിഭവങ്ങളും, ഇപ്പൊ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന വളരെ കുറഞ്ഞ സ്കേഴ്സ് റിസോഴ്സുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സ്കേഴ്സ് റിസോഴ്സുകളോട് മനുഷ്യാവശ്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലയ്ക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ഇത് സാമ്പത്തിക ശാസ്ത്രം. എങ്ങനെയാണ് ഈ ദുർലഭ വിഭവങ്ങളെ മനുഷ്യൻ അവന്റെ മുൻഗണന പ്രിഫറൻസ് അനുസരിച്ചുകൊണ്ട് അവൻ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കണം. ശരിക്കും നിങ്ങൾ നോക്കിയാൽ എക്കണോമിക്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ദുർലഭ വിഭവം എന്ന് പറഞ്ഞാൽ പണമാണ്. അപ്പൊ ഈ ഒരു ചെറിയൊരു വരുമാനം വെച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എന്റർടൈൻമെന്റ് പർപ്പസ്, ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സേവിങ്സ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, ഓൺലൈൻ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്കേഴ്സ് റിസോഴ്സസ് ആയിട്ടുള്ള പണം ഉപയോഗിച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ ഏകാന്തര പ്രയോജനമുള്ള ദുർലഭ വിഭവങ്ങളും മനുഷ്യാവശ്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലക്ക് അല്ലെ നമ്മൾ ഈ പണം വ്യത്യസ്തമായ മേഖലകളിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞു നമ്മുടെ കയ്യിൽ ദുർലഭ വിഭവമായ വരുമാനം, നമുക്ക് കിട്ടുന്ന നമ്മുടെ വരുമാനം പണം, ഇത് എന്ത് ചെയ്യണം, നമ്മുടെ ചെലവുകൾക്ക് വേണ്ടി എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിക്കണം, കൺസംഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. മാത്രമല്ല സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല
ഓൺലൈൻ മാർക്കറ്റുകളിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചില സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ രീതിയിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഇത് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ഇതിനെ നമ്മൾ ആകത്തുകയായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഏകാന്തര പ്രയോജനങ്ങളുള്ള ദുർലഭ വിഭവങ്ങളും മനുഷ്യാവശ്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ഇത് സാമ്പത്തിക ശാസ്ത്രം. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും സ്വീകാര്യമായ നിർവചനം എന്ന് പറഞ്ഞിട്ടുള്ളത് ലാരൻ റോബിൻസന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോക ജനസംഖ്യ എത്രയായിരുന്നു? 160 കോടിയായിരുന്നു. ഓക്കെ, ലോക ജനസംഖ്യ 160 കോടി. ഇപ്പൊ എത്രയാ? ഇപ്പൊ ഏകദേശം 800 കോടി ആയിട്ടുണ്ട്. ജനസംഖ്യ, അതായത് 8 ബില്യൺ ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, മനുഷ്യന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, അന്ന് 160 കോടി, ഇന്ന് 800 കോടി ജനങ്ങൾ. ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? അതും ഒരു ചോദ്യചിഹ്നമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നിലവിലുള്ള പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? മാത്രമല്ല, ഇത്തരം ചോദ്യങ്ങളാണ് ലാരൻ റോബിൻസ് എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചത്. ഇവിടെ പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹത്തെ ഈ ഒരു സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ലാരൻ റോബിൻസ് എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചത്. ഇനി അടുത്ത് പോളെ സാമുവൽസൺ. സണ്ണ് നമ്മൾ പറഞ്ഞു, സണ്ണ് ഗ്രോത്ത്, സണ്ണ് വളർന്നു അല്ലെ, സണ്ണ് വളർന്നു. അപ്പോ നമ്മുടെ സണ്ണിന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ, പോളെ സാമുവൽസന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ, പണം ഉപയോഗിച്ചോ അല്ലാതെയോ എങ്ങനെയാണ് വ്യക്തികളും സമൂഹവും ഏകാന്തര പ്രയോജനങ്ങൾ ഉള്ളതും ദൗർലഭ്യമുള്ളതുമായ വിഭവങ്ങൾ വിവിധ തരം വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ പണം ഉപയോഗിച്ചോ അല്ലാതെയോ എങ്ങനെയാണ് വ്യക്തികളും സമൂഹവും ഏകാന്തര പ്രയോജനങ്ങളുള്ളതും. അപ്പോൾ ഒരേ ഒരു എന്താണ് ഏകാന്തര പ്രയോജനം ഉള്ളതും? ചിലപ്പോൾ ഒരൊറ്റ വിഭവം തന്നെ നമുക്ക് മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഏകാന്തര പ്രയോജനമുള്ള, അപ്പൊ അതിനുള്ള ഏറ്റവും ഉദാഹരണം, ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളെല്ലാം പണം എന്ന് പറയുന്നത്. ഏകാന്തര പ്രയോജനങ്ങളുള്ളതും ദൗർലഭ്യമുള്ളതുമായ വിഭവങ്ങൾ വിവിധ തരം വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, അപ്പൊ നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോളെ സാമുവൽസന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പൊ ഒന്നുകൂടി നമുക്ക് പറയാം, എന്താണ്? പണം ഉപയോഗിച്ചോ അല്ലാതെയോ എങ്ങനെയാണ് വ്യക്തികളും സമൂഹവും ഏകാന്തര പ്രയോജനങ്ങളുള്ളതും ദൗർലഭ്യമുള്ളതുമായ വിഭവങ്ങൾ വിവിധതരം വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. പറഞ്ഞ പോലെ വർദ്ധിച്ചു വന്ന ആളുകളുടെ പോപ്പുലേഷൻ വർദ്ധിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, അതിനു വേണ്ടിയുള്ള ഉൽപാദന ഘടകങ്ങളെ കുറിച്ച്, ഉൽപാദന ഘടകങ്ങൾ വളരെ പരിമിതമാണ്. ഇപ്പൊ ലിമിറ്റഡ് റിസോഴ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് നമ്മുടെ ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബേഴ്സ്, ക്യാപിറ്റൽ അല്ലെ, ഇതൊക്കെ ഏറ്റവും സ്കേഴ്സ് റിസോഴ്സ് ആണ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പണം ഉപയോഗിച്ചോ അല്ലാതെയോ എങ്ങനെയാണ് വ്യക്തികളും സമൂഹവും ഏകാന്തര പ്രയോജനങ്ങളുള്ളതും ദൗർലഭ്യമുള്ളതുമായ വിഭവങ്ങൾ വിവിധതരം വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഇത് സാമ്പത്തിക ശാസ്ത്രം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തികാസൂത്രണത്തെയും ശരിയായ വിഭവ വിനിയോഗത്തെയും ഫലമാണെന്ന് സാമുവൽസൺ പറഞ്ഞു. അപ്പൊ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ നോക്കുക, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തികാസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് സാമുവൽസൺ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പോയിന്റ് ആണെന്നുള്ളത് ഇവിടെ സാമുവൽസനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കാര്യമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ 4 ആളുകളുടെയും പേരുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും. അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത, അതൊക്കെ നമുക്ക് ഈ ഗ്രോത്ത് ആയിട്ട് കണക്ട് ചെയ്യാം. സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക വളർച്ച, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? സാമ്പത്തിക ആസൂത്രണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഗ്രോത്ത് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെയുള്ള സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക ആസൂത്രണം, ശരിയായ വിഭവ വിനിയോഗം, ഇതൊക്കെ നമ്മുടെ ഗ്രോത്ത് ഡെഫിനിഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആരായി? സണ്ണ് വളർന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്, ഇതിന്റെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാമുവൽസൺ പറഞ്ഞു. പക്ഷെ ഇതിനു മുന്നേ മഗധയില് ഭരണം നടത്തിയിരുന്ന കാലത്ത് അന്ന് ചാണക്യൻ ഇതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് പിന്നിൽ
സാമ്പത്തിക ശാസ്ത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. നമ്മളിത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ സാമുവൽസൺ 1970 സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ചു. സാമുവൽസന് 1970 സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ചത്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാം. ഇനി നമ്മുടെ കാൾ മാക്സ്. ഓക്കെ, കാൾ മാക്സ് നോക്കിക്കൂടാ. 1818 1883 ആര് കാൾ മാക്സിന്റെ ജീവിത കാലഘട്ടം. 1883. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതകാലമൊക്കെ പഠിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. 18 മാത്രം ഓർത്ത് വെച്ചാൽ മതി. 18 ഈസി ആയിട്ട് കിട്ടും. ഇനി കാൾ മാക്സുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കാം. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം, അപ്പൊ തൊഴിലാളികൾ അധ്വാനിക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഫാക്ടറികളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് തൊഴിലാളികൾ അധ്വാനിക്കുന്നു. ഇവരുടെ രാപ്പകൽ അധ്വാനം കൊണ്ടാണ് ഒരു പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ഏത് എന്ന് പറയുന്നത്, തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്കറിയാം കൂടുതൽ ഫാക്ടറികളാണ് എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ല, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ ഏത് വീഡിയോ എടുത്ത് നോക്കുക, ഇപ്പൊ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെങ്കിലും ഏത് ഫാക്ടറികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്മാരുടെ ഇടപെടൽ വളരെ മിനിമലാണ്. ജസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്യുക, ഈ മെഷീനറി കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് എന്തുള്ളത്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു മേഖലയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ് അങ്ങനെയുള്ള ഒരുപാട് മേഖലകളുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ ആ കാലഘട്ടങ്ങളിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ നോക്കുക, ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ അവിടെയൊക്കെ തൊഴിലാളികളുടെ അധ്വാനമാണെന്നുള്ളത് ഉൽപാദനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണെന്ത്, ഉൽപ്പന്നത്തിന്റെ വില. ഓക്കെ, എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമായി മാറ്റുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ മിച്ച മൂല്യം എന്നാണ് കാൾ മാക്സ് വിശേഷിപ്പിച്ചത്. ഏതിനെ? ഇപ്പൊ പറയാ, അവർക്ക് കിട്ടുന്ന മൊത്തം ലാഭത്തിന്റെ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ആർക്ക് കൂലിയായിട്ട് കൊടുക്കുന്നു, തൊഴിലാളികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണെന്ത്, ഉൽപ്പന്നത്തിന്റെ വില. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി കൂടുതൽ ഭാഗവും ആര് കരസ്ഥമാക്കുന്നു, മുതലാളികൾ ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെയാണ് മിച്ചമൂല്യം, സർപ്ലസ് വാല്യൂ എന്ന് കാൾ മാക്സ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഈ സർപ്ലസ് മൂല്യമൊക്കെ നമ്മുടെ കാൾ മാക്സുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം അല്ലെ. ആ സ്വപ്നം ഇപ്പോഴും സ്വപ്നമായിട്ട് തന്നെ കിടക്കുകയാണല്ലോ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ. ഉള്ളവനും ഇല്ലാത്തവനും വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം അല്ലെ. ഇപ്പോഴും ഈ ഒരു ഡിസ്പാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റിച്ച് ആൻഡ് പോർ ഡിസ്പാരിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലോകത്തിലെടുത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ രാജ്യത്തെടുത്ത് നോക്കുകയാണെങ്കിലും നമുക്കിത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, റിച്ച് ആൻഡ് പോർ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് ഇതിന്റെ അന്തരം കുറഞ്ഞു വന്നിട്ടുണ്ട്. മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാക്സ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഒക്കെ എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആണ്, അതൊന്നും വിശദീകരിക്കാനൊന്നുമില്ല. ഇനി ഇവിടെ ഉള്ള കുറച്ച് പോയിന്റുകൾ നോക്കുമ്പോൾ, ദാസ് ക്യാപിറ്റൽ ഇതിന്റെ ഫസ്റ്റ് വോളിയം പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ 14, 1867 1867 1867 സെപ്റ്റംബർ 14 കേട്ടോ. രണ്ടാമത്തെ വോളിയം, ഇത് 3 വോളിയങ്ങളായിട്ടാണ്. രണ്ടാമത്തെ വോളിയം 1885. 1885 പറഞ്ഞാൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. 1883 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. 1885 രണ്ടാമത്തെ വോളിയം പ്രസിദ്ധീകരിച്ചു. ആരാണ്? ഫ്രെഡറിക് എംഗൽസ് ആണ് പ്രസിദ്ധീകരിച്ചത് കേട്ടോ, അദ്ദേഹത്തിന്റെ മരണശേഷം. അതുപോലെ മൂന്നാമത്തെ വോളിയം 1894 അതിന്റെ മൂന്നാമത്തെ വോളിയം ആര് പ്രസിദ്ധീകരിച്ചു? ഫ്രെഡറിക് എംഗൽസ് പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ആൽഫ്രഡ് മാർഷലിലേക്ക് വരികയാണ് അടുത്തത്. ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ. ആൽഫ്രഡ് മാർഷൽ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി പോയിന്റുകൾ നമ്മൾ ആഡ് ചെയ്ത് പറയുകയാണ്. ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ ജനിച്ചത് എന്നാണ്? ജൂലൈ 26, 1842 ജൂലൈ 26, 1842. അദ്ദേഹം മരണപ്പെടുന്നത് ജൂലൈ 13, 1924. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഈ 1842 ഈ 42 തിരിച്ചിട്ട 24 ആയില്ലേ. അപ്പൊ അദ്ദേഹം മരണപ്പെട്ട വർഷം കിട്ടും. പിന്നെ ജൂലൈ തന്നെയാണ് അദ്ദേഹം ജനിക്കുന്നത്, മരണപ്പെടുന്നതും ജൂലൈ തന്നെയാണ്. ഇതൊന്നും ചോദിക്കാൻ സാധ്യതയല്ല, എന്നാലൊന്ന് ഓർത്ത് വെക്കുക. 1842 അദ്ദേഹം ജനിച്ചു,
1924 അദ്ദേഹം മരണപ്പെടുന്നു. ഈ 42 തിരിച്ചിട്ടാട്ടോ ഇവിടെ 24. ആൽഫ്രഡ് മാർഷലാണ്. ഒരു ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളുമായിരുന്ന ആര്? നമ്മുടെ ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക്സ് 1890 ആണ് അദ്ദേഹം പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക്സ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് എന്ന പുസ്തകം വർഷങ്ങളോളം ഇംഗ്ലണ്ടിലെ പ്രബലമായ സാമ്പത്തിക പാഠ പുസ്തകമായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക്സ് നമ്മൾ പഠിച്ചതാണ്. വിതരണത്തിന്റെയും ആവശ്യകതയുടെയും നാമമാത്രമായ ഉപയോഗക്ഷമതയുടെയും ഉൽപാദന ചെലവിന്റെയും ആശയങ്ങളെ അതിയോജിച്ച് മൊത്തത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക്സ് വിതരണത്തെക്കുറിച്ച്, അതുപോലെ ആവശ്യകതയുടെയും നാമമാത്രമായ ഉപയോഗക്ഷമതയുടെയും ഉൽപാദന ചെലവിന്റെയും ഒക്കെ ആശയങ്ങൾ ഒന്നിച്ച് അദ്ദേഹം പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുവന്നു. നിയോ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു ആര്? ആൽഫ്രഡ് മാർഷൽ. നിയോ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു ആര്? ആൽഫ്രഡ് മാർഷൽ. മാത്രമല്ല 1870 അദ്ദേഹം അന്താരാഷ്ട്ര വ്യാപാരത്തെയും സംരക്ഷണവാദത്തിന്റെയും പ്രശ്നങ്ങളെയും കുറിച്ച് അദ്ദേഹം കുറച്ച് ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. അപ്പൊ നോക്കിക്കൂടാ, അദ്ദേഹം 1870 അന്താരാഷ്ട്ര വ്യാപാരത്തെയും സംരക്ഷണവാദത്തിന്റെയും പ്രശ്നങ്ങളെ കുറിച്ച് കുറച്ച് ലഘുലേഖകൾ അദ്ദേഹം തയ്യാറാക്കി. ആൽഫ്രഡ് മാർഷൽ 1879 ഈ കൃതികളിൽ പലതും ദ തിയറി ഓഫ് ഫോറിൻ ട്രേഡ്, ദ പ്യുവർ തിയറി ഓഫ് ഡൊമസ്റ്റിക് വാല്യൂസ് എന്ന പുസ്തകത്തിൽ കൃതിയായി സമാഹരിച്ചു. അപ്പൊ ഇതൊക്കെ ആൽഫ്രഡ് മാർഷലുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളാണ്. അതേ വർഷം 1879 അദ്ദേഹം ഭാര്യ മേരി പാലി മാർഷലിനൊപ്പം ദ ഇക്കണോമിക്സ് ഓഫ് ഇൻഡസ്ട്രി പ്രസിദ്ധീകരിച്ചു. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. 1879 ഭാര്യ മേരി പാലി മാർഷലിനൊപ്പം ദ ഇക്കണോമിക്സ് ഓഫ് ഇൻഡസ്ട്രി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഓക്കെ, യെസ്. ഇനി നോക്കാം ആൽഫ്രഡ് മാർഷലുമായി ബന്ധപ്പെട്ടത് പിഗോ, AC പിഗു, അതുപോലെ ഹോട്രി എന്നിവരോടൊപ്പം മാർഷൽ പണത്തിന്റെ അളവ് സിദ്ധാന്തം അല്ലെങ്കിൽ പണസിദ്ധാന്തത്തിന്റെ വരുമാനം പതിപ്പ് വികസിപ്പിച്ചു. ആരുടെ കൂടെയാണ്? പിഗു എന്ന് പറയുന്നത് AC പിഗു, ഹോട്രി എന്നിവരോടൊപ്പം മാർഷൽ പണത്തിന്റെ അളവ് സിദ്ധാന്തം അല്ലെങ്കിൽ പണസിദ്ധാന്തത്തിന്റെ വരുമാന പതിപ്പ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. 1917 മാർഷൽ പണത്തിന്റെ അളവ് സിദ്ധാന്തത്തിന്റെ കേംബ്രിഡ്ജ് പതിപ്പ് അവതരിപ്പിച്ചു. 1917 മാർഷൽ പണത്തിന്റെ അളവ് സിദ്ധാന്തത്തിന്റെ കേംബ്രിഡ്ജ് പതിപ്പ് അവതരിപ്പിച്ചു. ഇത് പിഗോ, ഹോട്രി, റോബർട്ട്സൺ എന്നിവർ കൂടുതൽ പരിഷ്കരിച്ചു. ഇത് കേംബ്രിഡ്ജ് സമവാക്യം എന്നറിയപ്പെട്ടു. ഇത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പൊ 1917 മാർഷൽ പണത്തിന്റെ അളവ് സിദ്ധാന്തത്തിന്റെ കേംബ്രിഡ്ജ് പതിപ്പ് അദ്ദേഹം അവതരിപ്പിച്ചു. പിഗോ, ഹോട്രി, റോബർട്ട്സൺ എന്നിവർ കൂടുതൽ ഇത് പരിഷ്കരിക്കുകയും ഇതിനെ കേംബ്രിഡ്ജ് സമവാക്യം എന്നും ഇതിനെ അറിയപ്പെടുന്നു. ആൽഫ്രഡ് മാർഷലുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ലേണൽ റോബിൻസണുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുന്ന എന്താണ്? 1932 എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ലേണൽ റോബിൻസൺ ഏത് പുസ്തകം? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അദ്ദേഹം മുന്നോട്ട് വന്നത്. ഓക്കെ, ലേണൽ റോബിൻസൺ അല്ല, റോബിൻസ് ആണ്. അതുപോലെ ലേണൽ ചാൾസ് റോബിൻസ്, അദ്ദേഹത്തെ അറിയപ്പെടുന്നതാണ് ലേണൽ ചാൾസ് റോബിൻസ്, ബാരൻ റോബിൻസ്. അദ്ദേഹം ജനിക്കുന്നത് 1898 നവംബർ 22 അദ്ദേഹം മരണപ്പെടുന്നതെന്നാണ് മെയ് 15, 1984 ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് LSE സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലെ പ്രമുഖ അംഗവുമായിരുന്ന ലേണൽ റോബിൻസ്. LSEയിലെ നേതൃത്വത്തിനും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദിഷ്ട നിർവചനത്തിനും ആംഗ്ലോ സാക്സൺ സാമ്പത്തിക ശാസ്ത്രത്തെ അതിന്റെ മാർഷലിൻ ദിശയിൽ നിന്ന് മാറ്റുന്നതിലെ അദ്ദേഹത്തിന്റെ പ്രധാന ശ്രമങ്ങൾക്കും അദ്ദേഹം പ്രശസ്തനാണ്. നമ്മുടെ ലേണൽ റോബിൻസ്. മനുഷ്യർക്ക് ലഭിക്കാത്തത് അവർ ആഗ്രഹിക്കുന്നു എന്ന ഉദ്ധരണികൾ അദ്ദേഹം പ്രശസ്തനായത്. അപ്പൊ ഇതൊക്കെ ആരുടെ വാക്കുകളാണ്? ലേണൽ റോബിൻസിന്റെ വാക്കുകളാണ് അല്ലെ. മനുഷ്യർക്ക് ലഭിക്കാത്തത് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റോബിൻസും റോബറിയൊക്കെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. മനുഷ്യർക്ക് ലഭിക്കാത്തത് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ റോബേഴ്സ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അവർക്ക് ലഭിക്കാത്തത് അവർ ആഗ്രഹിക്കുന്നു. അത് മനുഷ്യനെ മൊത്തത്തിൽ പറഞ്ഞ കാര്യമാണ്, റോബേഴ്സിന്റെ കാര്യം മാത്രമല്ല. മനുഷ്യർക്ക് ലഭിക്കാത്തത് അവർ ആഗ്രഹിക്കുന്നു അല്ലെ. അപ്പൊ നമുക്കത് റോബേഴ്സിനെയൊക്കെ ഇവിടെ കണക്ട് ചെയ്യാം എന്ന ഉദ്ധരണിയിലൂടെ അദ്ദേഹം പ്രശസ്തനാണ്. ഇനി 1928 പുറത്തിറങ്ങിയ റെപ്രസെന്റേറ്റീവ് ഫേം എന്ന ആദ്യകാല പ്രബന്ധം റോബിൻസിന്റെ ഏറ്റവും പ്രശസ്തമായ ലേഖനമായി കണക്കാക്കപ്പെടുന്നു. 1928 പുറത്തിറങ്ങിയത് റെപ്രസെന്റേറ്റീവ് ഫേം. ഇതൊക്കെ റോബിൻസിനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്, വാക്കുകളാണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ 1923 അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. മുതലാളിത്തത്തിന്റെ ചലനാത്മകത 1926 മുതലാളിത്തത്തിന്റെ ചലനാത്മകത. ദ റെപ്രസെന്റേറ്റീവ് ഫേം 1928 കേട്ടോ.
സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്വഭാവത്തെയും പ്രാധാന്യത്തെയും കുറിച്ചുള്ള ഉപന്യാസം 1932, സാമ്പത്തിക ശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ 1934, സമാധാനത്തിലും യുദ്ധത്തിലും സാമ്പത്തിക പ്രശ്നം 1947, ഇംഗ്ലീഷ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ ഇക്കണോമിയിലെ സാമ്പത്തിക നയ സിദ്ധാന്തം 1952, റോബർട്ട് ടോറൻസും ക്ലാസിക്കൽ ഇക്കണോമിക്സിന്റെ പരിണാമം 1958, രാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രം 1963, സാമ്പത്തിക ചിന്തയുടെ ചരിത്രത്തിലെ സാമ്പത്തിക വികസന സിദ്ധാന്തം 1968. ഇനി പോൾ സാമുവൽസണിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോൾ സാമുവൽസൺ ഗ്രോത്ത് ഡെഫിനിഷൻ ആണ് കേട്ടോ. സണ്ണ് വളർന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1964 അത് പ്രസിദ്ധീകരിക്കുന്നത്. എക്കണോമിക്സ് എന്നാണ് അവരുടെ പുസ്തകത്തിന്റെ പേര്. പോൾ ആന്റണി സാമുവൽസൺ അദ്ദേഹം ജനിക്കുന്ന 1915 മെയ് 15, മരണപ്പെടുന്നത് 2009 ഡിസംബർ 13. ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ മെമ്മോറിയൽ സമ്മാനം നേടിയ ആദ്യത്തെ അമേരിക്കക്കാരനാണ് ആര്? പോൾ സാമുവൽസൺ. ഓക്കെ, പ്രധാന പോയിന്റുകളാണ്. 1970 സമ്മാനം നൽകുമ്പോൾ സ്വീഡിഷ് റോയൽ അക്കാദമികൾ സാമ്പത്തിക സിദ്ധാന്തത്തിലെ ശാസ്ത്രീയ വിശകലനത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന് മറ്റേതൊരു സമകാലിക സാമ്പത്തിക ശാസ്ത്രജ്ഞനേക്കാളും കൂടുതൽ ആര് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പോൾ സാമുവൽസൺ. പോൾ സാമുവൽസന്റെ ഫൗണ്ടേഷൻ ഓഫ് ഇക്കണോമിക് അനാലിസിസ് 1947 എന്ന പുസ്തകം 1947 അദ്ദേഹം ഫൗണ്ടേഷൻ ഓഫ് ഇക്കണോമിക്സ് എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ മഹത്തായ കൃതിയായി കണക്കാക്കുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ ഓഫ് ഇക്കണോമിക് ആൻഡ് അനാലിസിസ് എന്ന പുസ്തകം ആരുടേതാണ്? പോൾ സാമുവൽസന്റെ ആണ് കേട്ടോ. ഫൗണ്ടേഷൻ ഓഫ് ഇക്കണോമിക് അനാലിസിസ് സാമുവൽസൺ. ഓക്കെ, സാമുവൽസന്റെ അനാലിസിസ്, ഫൗണ്ടേഷൻ ഓഫ് ഇക്കണോമിക് അനാലിസിസ് ആരാണ്? നമ്മുടെ സാമുവൽസൺ ആണ് കേട്ടോ. 1947 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 1948 ആദ്യമായി പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം ഒരു ആമുഖ വിശകലനം എക്കാലത്തെയും മികച്ച വിൽപ്പനയുള്ള സാമ്പത്തിക ശാസ്ത്ര പാഠപുസ്തകമായി മാറിയിരുന്നു. അപ്പോൾ 1948 അദ്ദേഹം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പുസ്തകമാണിത്, സാമ്പത്തിക ശാസ്ത്രം ഒരു ആമുഖ വിശകലനം, 1948. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ പോൾ സാമുവൽസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ്. 1955 പ്രസിദ്ധീകരിച്ച റീഡിങ്സ് ഇൻ ഇക്കണോമിക്സിന്റെ സഹരചയിതാവുമായിരുന്നു ആര്? പോൾ സാമുവൽസൺ. 1955 പ്രസിദ്ധീകരിച്ച റീഡിംഗ് ഇൻ ഇക്കണോമിക്സും അത് ആര് ബന്ധപ്പെടണം? പോൾ സാമുവൽസണുമായി ബന്ധപ്പെടാണ്. റീഡിംഗ് ഇൻ ഇക്കണോമിക്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സാമുവൽസൺ വായിച്ചു വളർന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സാമുവൽസൺ വളർന്നു എന്നാണല്ലോ അതിന്റെ ഡെഫിനിഷൻ. അപ്പോൾ സാമുവൽസൺ റീഡിംഗ് ഇൻ ഇക്കണോമിക്സ് അദ്ദേഹം ആരുമായി ബന്ധപ്പെട്ടാണ്? പോൾ സാമുവൽസണുമായി ബന്ധപ്പെട്ട കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. മൗര്യ സാമ്രാജ്യ കാലഘട്ടം BC 20, BC 185 കാലഘട്ടമാണ്. നമുക്കത് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞു. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഉണ്ടാകും ഇതൊക്കെ. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ആവശ്യമാണെന്ന് ആര് പറഞ്ഞു? ചാണക്യൻ എടുത്തു പറഞ്ഞു. ഇതുപോലെ നമ്മളൊരു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തും ഇതുപോലത്തെ ഒരു ആശയം ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മുടെ സാമുവൽസൺ ഗ്രോത്ത് ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, അദ്ദേഹം ഇതുപോലുള്ള ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം നയങ്ങളുടെ സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയുന്നതാണ്. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റിയതിൽ ചാണക്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഓക്കെ, PC മഹലനോബിസ്. അദ്ദേഹത്തെക്കുറിച്ച് 1893 ജൂൺ 29 കൊൽക്കത്തയിലാണ് ജനിച്ചത്. ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ വിഭാഗത്തിന്റെ ശില്പിയാണ് ആര്? ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് PC മഹലനോബിസ്. സംഖ്യ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചിരുന്നു. 1968 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1972 അന്തരിക്കുന്നത് PC മഹലനോബിസ് അന്തരിക്കുന്നത്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് മഹലനോബിസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മഹലനോബിസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ദാദാഭായ് നവറോജിയെ നമുക്ക് പഠിക്കണം. 1825 മുംബൈയിലാണ് ജനിച്ചത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ദാദാഭായ് നവറോജി. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആര്? നമ്മുടെ PC മഹലനോബിസ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? നമ്മുടെ ദാദാഭായ് നവറോജി.
ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അദ്ദേഹം രൂപീകരിച്ചു. നവറോജി പത്രാധിപരായി ആരംഭിച്ച പത്രമാണത് രസദ് ഗോഫാർ. 1886, 1893, 1906 വർഷങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? നവറോജി. നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. പാർട്ട് 2-ലൊക്കെ ആയിട്ട്, പാർട്ട് ബിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. 1892 സെൻട്രൽ ഫിൻസ്ബറി മണ്ഡലത്തിൽ നിന്നും ലിബറൽ പാർട്ടി പ്രതിനിധിയായിട്ട് നവറോജി പാർലമെന്റിൽ എത്തിയത്. 1889 രണ്ടാം ഇന്റർനാഷണൽ പാരീസിൽ ദാദാഭായ് നവറോജി പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപീകരിച്ചു. പ്രസിദ്ധമായ ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഓൺ ദ കൊമേഴ്സ് ഓഫ് ഇന്ത്യ, ദ വാൻസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്നിവ നവറോജിയുടെ പ്രസിദ്ധമായ കൃതികളാണ്. ചോർച്ച സിദ്ധാന്തം എന്ന ആശയം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ, 1901 പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. എന്ന പുസ്തകത്തിലാണുള്ളത് ചോർച്ച സിദ്ധാന്തം. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്രദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രകാരന്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകി. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളുടെ ദത്ത് വ്യക്തമാക്കുന്നു. ഇനി ഗാന്ധിജിയും സാമ്പത്തിക ശാസ്ത്രവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗാന്ധിജിയും സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളും. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ കിലോമീറ്ററും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനുള്ള വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. പഠിക്കാൻ ഈസിയാണ് ഇതൊക്കെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാത്തതാണ് ഗാന്ധിജി. നിങ്ങൾ എത്ര വലിയൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ എന്നുള്ളത് ഈ ഡെഫിനിഷൻ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമുക്ക് എല്ലാവരെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, ഈ ലോകത്തുണ്ട്. പക്ഷെ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രശ്നം അത് തന്നെയാണ് അല്ലെ, ആളുകളുടെ അത്യാഗ്രഹം. അതുകൊണ്ട് തന്നെ വിഭവ ചൂഷണങ്ങൾ നടക്കുന്നു. പല മേഖലകളിലായിട്ടുള്ള ചൂഷണങ്ങൾ നമുക്കറിയാം അല്ലെ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുപോട്ടെ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇനി ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ്, വർഷം പഠിച്ചു വെക്കണം, 1909 1909 തന്നെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുടെ തുടക്കവും. അപ്പൊ ഗാന്ധിയുടെ ആദ്യത്തെ പുസ്തകമാണ് ഇത് ഹിന്ദു സ്വരാജ്, 1909. അതിൽ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ അദ്ദേഹം തുടക്കം കുറിച്ചു. ഗാന്ധിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. ഇനി മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ ഇങ്ങനെ ക്രോഡീകരിക്കാം. ഇങ്ങനെയാണ്: കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. പിന്നീട് അദ്ദേഹം കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കിക്കോളൂ, ഗാന്ധിജി സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് JC കുമരപ്പ, ശ്രീരാമൻ നാരായണൻ ധരൻപാൽ തുടങ്ങിയ ആളുകൾ. JC കുമരപ്പ, ശ്രീമാൻ നാരായൺ ധരംപാൽ തുടങ്ങിയ ആളുകൾ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ട ആശയമാണ് ഇവരെല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ള ആളാണ് ആര്? അമർത്യാസൻ. 1933 നവംബർ 3 അമർത്യാസൻ പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിൽ അദ്ദേഹം ജനിച്ചു. അമർത്യാസൻ എന്ന പേര് വിളിച്ചത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. 1998 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ഇദ്ദേഹമാണ്. വെൽഫെയർ, ഇക്കണോമിക്സ്, സോഷ്യൽ ചോയ്സ് എന്നീ മേഖലകളിലെ അതുല്യ സംഭാവനകൾ മാനിച്ചാണ് അദ്ദേഹത്തിന് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഭാരതരത്നം നേടിയത് 1999 അപ്പൊ അമർത്യാസനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പോഷക മൂല്യമുള്ള ഭക്ഷണം, വസ്ത്രം, കിടപ്പാടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിക്കാനുള്ള തൊഴിൽ, സ്വാഭിമാനം,
പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവ വ്യക്തിക്ക് സന്തുഷ്ടി നൽകുന്നു. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സെൻ സൃഷ്ടിച്ച സാങ്കേതിക പദങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചില പദങ്ങളാണ്. ഒന്ന് വെൽബീയിങ്, ഫങ്ഷനിങ്, കേപ്പബിലിറ്റീസ്, ഡിപ്രിവേഷൻ, സോഷ്യൽ ചോയ്സ്, സോഷ്യൽ എക്സ്ക്ലൂഷൻ, ഹ്യൂമൻ ഡെവലപ്മെന്റ്, എൻടൈറ്റിൽമെന്റ്, എംപവർമെന്റ്. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടവയാണ്? നമ്മുടെ അമർത്യാസനുമായി ബന്ധപ്പെട്ടതാണ്. കമ്പോള വ്യവസ്ഥയിൽ വ്യക്തിഗത തീരുമാനം, കമ്പോള വ്യവസ്ഥയിൽ വ്യക്തിഗത തീരുമാനം, സമൂഹത്തിന്റെ തീരുമാനം എന്നിവ പൊരുത്തപ്പെട്ടു പോകില്ല. ജനാധിപത്യ സംസ്കാരം ഉൾക്കൊള്ളുന്നതും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്നതുമായ ഒരു ഭരണകൂടത്തിന് ഇതിന് പരിഹാരം കാണാൻ സാധിക്കും. ഇവിടെ രാഷ്ട്രതന്ത്രവും ധർമ്മശാസ്ത്രവും കടന്നു വരുന്നു. മേൽപ്പറഞ്ഞ രീതിയിൽ ദാർശനികതയോട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച കുട്ടിക്കാലത്ത് അമർത്യാസൻ നേരിൽ കാണാനിടയായ ബംഗാൾ ക്ഷാമം 1943 വൻ ദുരന്തമായിരുന്നു. അപ്പോൾ ഈ 1943 ബംഗാൾ ക്ഷാമത്തെ തുറന്നുകൊണ്ടാണ് അദ്ദേഹം ഉള്ളത്, രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു വെൽബീയിങ് ഉണ്ടാവണം, അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പൊ അതിനുള്ള എന്തെല്ലാം മാറ്റങ്ങളാണ് ഭരണകർത്താക്കൾ കൊണ്ടുവരേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അമർത്യാസൻ മുന്നോട്ട് കൊണ്ടുവരുന്നു. മാത്രമല്ല, രാജ്യത്തിന് ആവശ്യത്തിന് ധാന്യശേഖരം ഉണ്ടായിട്ടും മാനുഷിക പ്രശ്നങ്ങളോട് നിസ്സംഗത കാട്ടിയ ബ്രിട്ടീഷ് ഭരണകൂടവും അത് ബംഗാളിൽ വിതരണത്തിന് എത്തിച്ചില്ല. ദാരിദ്ര്യവും ക്ഷാമവും കേന്ദ്ര വിഷയമാക്കി സെൻ 1981 രചിച്ച ഗ്രന്ഥം ശ്രദ്ധിക്കപ്പെട്ടു. തൊഴിലില്ലായ്മ, വേതനത്തിൽ വരുന്ന കുറവ്, ഉയരുന്ന ധാന്യവില, മോശപ്പെട്ട ധാന്യവിതരണ രീതി, കുടുംബത്തിന്റെ ഘടന, അതിനകത്തെ വ്യക്തിബന്ധങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ അസമത്വം, സ്റ്റേറ്റിന്റെ നിസ്സംഗത എന്നിവ ഇന്ത്യ, ആഫ്രിക്ക തുടങ്ങിയ വികസന രാജ്യങ്ങളിലെ പട്ടിണി, ദാരിദ്ര്യം, ക്ഷാമം എന്നിവ വിശകലനം ചെയ്യാൻ സെൻ ഉപയോഗിച്ചു. മാത്രമല്ല, പൊതുനയങ്ങളിലെ തെറ്റായ മുൻഗണനാക്രമം, കമ്പോള വ്യവസ്ഥിതി, മാധ്യമ സംസ്കാരം, നിയമവാഴ്ച, സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം എന്നിവയും ദാരിദ്ര്യത്തിന്റെ സ്വഭാവം വിശകലനം ചെയ്യാൻ സഹായിക്കുമെന്ന് സെൻ വിശ്വസിച്ചു. അങ്ങനെ സമൂഹത്തിലെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ആര്? അമർത്യാസൻ. അതുകൊണ്ട് എല്ലാ വീക്ഷണകോണുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാക്ഷരത, വിദ്യാഭ്യാസം, പോഷകാഹാരം, ആരോഗ്യ പരിപാലനം എന്നീ ഘടകങ്ങളും അവയുടെ കാര്യത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീ പുരുഷ അസമത്വവും സാമൂഹിക സാമ്പത്തിക വികസനത്തെ ബാധിക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഇക്കാര്യത്തിൽ അനുയോജ്യമായ പൊതുനയങ്ങളും ഇടപെടലുകളും നടത്തേണ്ടത് സ്റ്റേറ്റ് ആണ് എന്ന് വാദിച്ച അമർത്യാസൻ കേരള വികസന മാതൃകയെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നു. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ കേരളത്തിൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ, ജനങ്ങളുടെ ഹൈ ലെവൽ ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലിവിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമായിക്കൊണ്ട് കേരളത്തെക്കുറിച്ച് പഠനം നടത്തി കേരള വികസന മാതൃകയെ ലോക ശ്രദ്ധയിലേക്ക് ആര് കൊണ്ടുവന്നു? അമർത്യാസൻ കൊണ്ടുവന്നു. എന്നാൽ കേരളം ഇതുവരെ നേടിയ മാനവ വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ് സുസ്ഥിരമാകണമെങ്കിൽ പ്രത്യുൽപാദന മേഖലകളിൽ പുത്തൻ ഉണർവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളം, ശ്രീലങ്ക, ചൈന എന്നിവിടങ്ങളിലെ വികസന പരീക്ഷണങ്ങളും അനുഭവങ്ങളും സെൻ വിശകലനം ചെയ്തിട്ടുണ്ട്. UNDPക്ക് വേണ്ടി പാകിസ്ഥാൻ മെഹബൂബുൽ അക്കുമായി ചേർന്ന് മാനുഷിക വികസന സൂചിക നിർമ്മിക്കാനും സെൻ തയ്യാറായി. ആണവായുധ ശേഷി നേടിയിട്ടും സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ പുരുഷ സമത്വം എന്നിവയുടെ കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യ പിന്നോക്കം നിൽക്കുന്നതിൽ പ്രധാന കാരണം ഭരണത്തിൽ വന്ന വീഴ്ചയാണെന്ന് അദ്ദേഹം കണക്കാക്കി. ഉദാരവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും പ്രയോജനങ്ങൾ സ്വീകരിക്കുന്ന അവസരത്തിൽ തന്നെ അതിന്റെ ജനവിരുദ്ധമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ വേണ്ടി സാമൂഹ്യ സുരക്ഷാ വലയം സൃഷ്ടിക്കുന്നതിനുള്ള കഴിവുള്ള ഒരു ജനാധിപത്യ ഭരണക്രമമാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടതെന്ന് സെൻ പറയുന്നു. ഇവിടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഇവിടെ കൂടുതൽ ലഭ്യമായ തൊഴിൽ, ശക്തിസാന്ദ്രമായ വികസനത്തിന് മുൻഗണന നൽകണമെന്ന് സെൻ വാദിച്ചിരുന്നു. വികസനത്തിന് മാനുഷിക മുഖം ഉണ്ടാകണമെന്നും അദ്ദേഹം ശഠിച്ചു. ഇനി ഇദ്ദേഹത്തിന്റെ കൃതികളാണ്: കളക്റ്റീവ് ചോയ്സ് ആൻഡ് സോഷ്യൽ വെൽഫെയർ 1970, ഓൺ ഇക്കണോമിക് ഇനീക്വാലിറ്റി 1973, പോവർട്ടി ആൻഡ് ഫാമിൻസ് ആൻഡ് എസ്സേ ഓൺ എൻടൈറ്റിൽമെന്റ് ആൻഡ് ഡിപ്രൈവേഷൻ 1981, ചോയ്സ്, വെൽഫെയർ ആൻഡ് മെഷർമെന്റ് 1982, റിസോഴ്സ് വാല്യൂസ് ആൻഡ് ഡെവലപ്മെന്റ് 1984, കമ്മോഡിറ്റീവ് ആൻഡ് കേപ്പബിലിറ്റീസ് 1985, ഓൺ എത്തിക്സ് ആൻഡ് ഇക്കണോമിക്സ് 1987, ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് 1987, ഇനീക്വാലിറ്റി റീ എക്സാമിൻ 1992, സോ ദി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്നിവയാണ് അമർത്യാസന്റെ വിഖ്യാത കൃതികൾ. ഡൽഹി സർവകലാശാലയിലെ ജീൻ യങ്ദ്രാസുമായി ചേർന്ന് രചിച്ച ഇന്ത്യ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഓപ്പർച്യൂണിറ്റി 1995 എന്ന കൃതിയും ശ്രദ്ധേയമാണ്. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും ശക്തമായ പുരോഗമന പ്രസ്ഥാനങ്ങളുമുള്ള സമൂഹത്തിൽ മാത്രമേ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും വിജയിക്കാനാവൂ എന്ന് ഈ കൃതിയിൽ സെൻ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ 30-ലധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമർത്യാസനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് വൈ സ്റ്റഡി എക്കണോമിക്സ്. എന്തിനാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത്? ഓക്കെ, അപ്പൊ അതിനുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. സാമ്പത്തിക ശാസ്ത്ര ചിന്താരീതി പഠിക്കുക, ടു ലേൺ ദ എക്കണോമിക് വേ ഓഫ് തിങ്കിങ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്ര ചിന്താരീതി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ രാജ്യത്ത് നടപ്പാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ട്, സാമ്പത്തിക ശാസ്ത്രം പഠനം വളരെ അത്യാവശ്യമാണ്. സാമ്പത്തിക ശാസ്ത്ര ചിന്താരീതി പഠിക്കുക, സമൂഹത്തെ മനസ്സിലാക്കുക, ടു അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റി, ആഗോള സംഭവ വികാസങ്ങളെ മനസ്സിലാക്കുക, ടു അണ്ടർസ്റ്റാൻഡ് ഗ്ലോബൽ അഫയേഴ്സ്, അറിവുള്ള സമ്മതിദായകനായി മാറുക, ടു ബി ആൻ ഇൻഫോർമഡ് വോട്ടർ, സമൂഹത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ പരിഹരിക്കുക, ടു സോൾവ് ദ കോംപ്ലക്സ് പ്രോബ്ലം ഓഫ് ദ സൊസൈറ്റി. അപ്പൊ നമുക്കിതൊക്കെ എന്തിനാണ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റുകളുണ്ട്. അപ്പോൾ ഇവിടെ സമൂഹത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ പരിഹരിക്കുക, അല്ലെങ്കിൽ ഇവിടെ പോയിന്റ് എന്താവും, സമൂഹത്തിലെ ലളിതമായ പ്രശ്നങ്ങളെ പരിഹരിക്കുക. ഇതിനല്ലല്ലോ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത്, സങ്കീർണമായ പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഒരു 2-3 പാർട്ട് ഈ ഒരൊറ്റ ടോപ്പിക്കിന് ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് കൂടി കൂടുതൽ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്ലാസ്സിലുള്ളത്. ഇപ്പൊ ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. മാത്രമല്ല ഇതിന്റെ PPT നോട്ടും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ HSA സോഷ്യൽ സയൻസിന്റെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 81 29 529 102. ഓക്കെ, താങ്ക് യു.